ഹലോ, മോർണിംഗ് ഈവനിങ് 2 days വീഡിയോ ആണ് കേട്ടോ. ഇതൊരു യാത്ര പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണ്. 2 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് യാത്രയുടെയൊക്കെ ക്ഷീണം കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത്, അതുകൊണ്ടാണ് എടുത്തത്. രാവിലെ നമ്മൾ യാത്രയ്ക്ക് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ നമുക്കിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഉച്ചക്കത്തേക്ക് ചോറ് വേണം, പിന്നെ അതിനുള്ള കറികൾ വേണം. നമ്മൾ ട്രെയിനിലിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രാത്രത്തേക്ക് കഴിക്കാൻ ചപ്പാത്തിയും ഉള്ളിക്കറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള തയ്യാറെടുപ്പാണ്. മലക്കറി ഒന്നും ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഇവർക്ക് വ്രതവും കൂടെ ആയതുകൊണ്ട് കുറച്ച് പയറെടുത്ത് കഴുകി പയറ് തോരനും വെച്ച് രസവും വെച്ച് ചമ്മന്തി അരച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയറൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിനകത്തോട്ടിട്ട് 2-3 ഫിസിൽ കേൾപ്പിച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അങ്ങ് വേവുമല്ലോ. എൻ്റെ അടുത്ത് ഈ വീഡിയോ കാണുമ്പോൾ 2 ദിവസം കൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ മുഖത്തൊക്കെ വല്ലാണ്ടിരിക്കുന്നേ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് എന്താന്ന്. എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ മുഖമൊക്കെ രാവിലെ ഇങ്ങനെ ഇരിക്കുന്നത്, എണീറ്റ് വരുമ്പോഴേ വീർത്ത് കെട്ടി കണക്കിരിക്കും. പിന്നെ എന്തോ ഒരു സന്തോഷമില്ലായ്മ ഉണ്ട്. പിന്നെ എൻ്റെ ആ മുഖത്തിന് എന്തോ ഒരു വെട്ടക്കുറവുണ്ട്. എൻ്റെ മുഖം മൊത്തവും കുരുപ്പ് വന്ന് നാശമായി. എന്തോ ഹോർമോൺ വേരിയേഷൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാ. പിന്നെ ഞാനിപ്പോൾ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, സ്കിൻ ഡോക്ടറെ കണ്ട്. അപ്പൊ ആഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള ബഹളമാണ്. രാവിലെ 9 മണിക്കാണ് ബസ്. അപ്പൊ ആ ബസ്സിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രാവിലെ ഇതെല്ലാം ആക്കി വെച്ചിട്ട് പോകണം. എണീറ്റപ്പോഴും കുറച്ച് ലേറ്റായി. എന്നാലും കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ ബസ് കാത്തു നിൽക്കില്ലല്ലോ. ബസ്സിന്റെ പാട്ടിന് പോവും, ട്രെയിനും കാത്തു നിൽക്കില്ല. അപ്പൊ ട്രെയിനും ട്രെയിനിന്റെ പാട്ടിന് പോവും. അപ്പൊ നേരത്തെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് ഇനി പോകുന്ന വഴിക്ക് അമ്പലത്തിലും ഒക്കെ ഒന്ന് കയറിയിട്ട് വേണം പോവാൻ. അപ്പൊ എല്ലാം ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഓരോന്ന് ചെയ്ത് ഒതുക്കി വെച്ചിട്ട് പോയാൽ നമുക്ക് സമാധാനമുണ്ട്. അപ്പൊ വഴി കൂടെ ആരോ പോയി അവരെടുത്തും ഒക്കെ കഥ പറയുന്നുണ്ട്. ഇത് എല്ലാം നടക്കണ്ടേ. പിന്നെ ചപ്പാത്തി ചുടണം. അപ്പൊ അച്ചു ചപ്പാത്തി ചുടാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് തേങ്ങ തിരിങ്ങണമായിരുന്നു ചമ്മന്തി അരയ്ക്കാൻ. അങ്ങനെ തേങ്ങ തിരിങ്ങാൻ ചിരവയൊക്കെ എടുത്തോണ്ട് വെച്ചിട്ട് എങ്ങോട്ടോ പോയി. നമുക്ക് ചില സമയത്തൊക്കെ നമ്മളങ്ങ് വല്ലാണ്ട് ഓഫായി പോകില്ലേ. അതെല്ലാവരും അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരേ കണക്കിരിക്കത്തില്ലല്ലോ. ചില ദിവസം നമ്മൾ നല്ല എനർജി ആണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഭയങ്കര ശോകമായിരിക്കും. എല്ലാ ആൾക്കാർക്കും ഉണ്ട് അല്ലേ. അതാണ്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡൗൺ ആവും. ചില സമയത്ത് നമ്മൾ സന്തോഷിക്കും. ഇതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന. എല്ലാവരും വിചാരിക്കും എനിക്ക് മാത്രമാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈ പറയുന്ന നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ചപ്പാത്തി ചൂടാനായിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ച് അപ്പം അച്ഛൻ ചപ്പാത്തിയും ചുട്ട് തേങ്ങയും തിരുവുമായിരുന്നു. പിന്നെ ഞാൻ ഉള്ളിക്കറിയൊക്കെ വെച്ച് വെള്ളം ഒന്നും പറ്റാതെ വെച്ചാൽ രാത്രി വരെ ഇരിക്കുമല്ലോ, കേടാവാതെ. അങ്ങനെ വെച്ചു. പിന്നെ ആ സാധനങ്ങളെല്ലാം ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാനിതൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അത് പല കോലമാകും. അങ്ങനെ സാധനങ്ങളെല്ലാം പൊതിഞ്ഞെടുത്ത് അങ്ങനെ ബസ് കയറി നമ്മൾ കൊല്ലത്തെത്തിയപ്പോൾ അവിടെ ശുചിത്വ തൊഴിലാളികളും പിന്നെ മറ്റേ ഹരിതകർമ്മസേന അവരുടെ എല്ലാം കൂടെ എന്തോ ഒരു ജാഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുവാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ കുറച്ച് പേരും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ 3-4 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. നമുക്ക് 10:45 എന്തോ ആയിരുന്നു ട്രെയിൻ. നമ്മളൊരു 10 മണിയായപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. കാരണം ഈ സാധനങ്ങളെല്ലാം തൂക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവരുടെയൊക്കെ ഈ തോളി കിടക്കുന്നതിനൊക്കെ നല്ല വെയിറ്റ് ആണ്. ഇവർക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. തൃശ്ശൂർ വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ. അപ്പൊ നമ്മൾ തൃശ്ശൂരോട്ട് പോകുവാണ്. അവരുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും അവരുടെ ഡ്രസ്സുകളും എല്ലാം കൂടാണ്. ഞാൻ റീനയുടെ മോനും പിന്നെ ആതിരയുടെ മോളും ഉണ്ട്. മോക്ക് കോമ്പറ്റീഷൻ ഇല്ല, മോനേ ഉള്ളു കോമ്പറ്റീഷൻ. മണിക്കുട്ടിയെ ആക്കിയിട്ട് പോവാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവളെയും കൂട്ട കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ അങ്ങ് കയറി ഇറങ്ങി. കാരണം ബാക്ക് സൈഡ് ചിന്നക്കടയിലാണ് ബസ് നിർത്തിയത്. പിന്നെ ഫ്രണ്ടിൽ കൂടെ പോയി വരണ്ടെന്ന് വെച്ചിട്ട് ബാക്ക് സൈഡിൽ കൂടെ എനിക്ക് വഴി അറിയായിരുന്നു. നമ്മളെപ്പോഴും പളനിക്കൊക്കെ പോകുമ്പോൾ ഇത് വഴിയാണ് പോകുന്നത്. അങ്ങനെ അതിലേക്ക് കൂടെ നടന്ന് നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ അവസാനം ഷാൾ എടുത്ത് തലയിലിട്ട് അതിലേക്കൂടെ ക്രോസ് ചെയ്ത് പോയി. നമ്മൾ റെയിൽവേ ആപ്പിൽ നോക്കിയപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്ന 3-ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു. അവിടെ ചെന്ന കടയിലെ ചേട്ടൻ്റെ അടുത്ത് ഒന്നുകൂടെ കൺഫേം ചെയ്ത്. ചേട്ടൻ വളരെ രൂക്ഷമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. എന്ത് പറ്റിയാ എന്തോ. പിന്നെ കുക്കു വന്ന് കല്യാണിയും കൊണ്ട് വന്നതാ. കുക്കുവിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നിന്നതാ. വീഡിയോ എടുക്കുമെന്നൊക്കെ മനസ്സിലായില്ല. പിന്നെ അതേ അവിടെ കുറെ വനിതാ നേതാക്കളൊക്കെ എവിടെയോ പോകാൻ വേണ്ടി BJP-ക്കാരാണെന്ന് തോന്നുന്നു. അവരെ യാത്രയാക്കാൻ വേണ്ടി കുറെ ആൾക്കാരൊക്കെ വന്നു. അവരൊക്കെ വളരെ സന്തോഷത്തോടെ യാത്ര പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ എടുത്ത്. ഇത് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ആണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ്. ഇതിനകത്ത് എല്ലാ ആൾക്കാരും ഇല്ല, കുറച്ച് പേര് വന്നില്ല. ദേ ഈ ചൈനക്കാരൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ കയറുന്നത്. ചൈനക്കാരൻ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല. അവനിരുന്ന സീറ്റിൽ ഞാൻ പോയി ഇരുന്നതിനാണ് അവൻ തലതിരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കിടക്കുന്ന ട്രെയിനായിരുന്നു നമുക്ക് പോകാനുള്ളത്. അപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്ന്. സൗമ്യ ഹായ് പറഞ്ഞു. സൗമ്യയുടെ മക്കൾ ഹായ് പറഞ്ഞു. ഇത് കല്യാണി, സൗമ്യയുടെ മോളുമാണ്. അപ്പോഴത്തേക്ക് സോനയൊക്കെ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രെയിനകത്തോട്ട് കയറി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ട്രെയിനിൽ കയറി. ട്രെയിനെ ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്ന്. കാരണം സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഇരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ റിസർവേഷൻ നേരത്തെ ചെയ്തിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കയറാൻ നിന്നപ്പോൾ കുക്ക് ഓടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. കല്യാണിക്ക് ഫുഡ് ഉണ്ടാകാൻ കൊടുക്കാൻ മേടിച്ചില്ലായിരുന്നു. അപ്പോൾ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ട്രെയിനിടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്തോട്ടൊക്കെ എല്ലാവരും കയറി സീറ്റൊക്കെ നോക്കി ഇരുന്നു. എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പിന്നെ അവസാനം രാവിലെ കുറെ പേർക്ക് പോകണമായിരുന്നു. അങ്ങനെ രാവിലെ 6 മണിക്കത്തെ ട്രെയിനിന് സുനിത കുറച്ച് പേരെയും കൊണ്ട് നേരത്തെ അങ്ങ് പോയി. ബാക്കി ഞങ്ങൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവർ 2 പേർക്കും ട്രെയിൻ മിസ്സായി. അങ്ങനെ അവർ വന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ട്രെയിനിൽ കയറി സീറ്റൊക്കെ നോക്കിയിരുന്ന്. ഇത് ഞങ്ങളുടെ മുത്തുമണികളാണ്. പിന്നെ എല്ലാം പറക്കിയൊക്കെ ഒതുക്കിയൊക്കെ വെച്ച് ഇരക്കണ്ടത്തൊക്കെ വെച്ച് ട്രെയിനൊക്കെ റിപ്പയർ ചെയ്യാനുള്ള ട്രെയിനൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വണ്ടിക്കകത്തിരുന്ന് കഥയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ട്രെയിൻ ഇങ്ങോട്ട് വന്ന് റിസർവേഷൻ ചെയ്തത് RAC ആയിരുന്നു. ഇതായില്ലായിരുന്നു, ബുക്കിംഗ് ആയില്ല. അതിന്റെ കാര്യമൊക്കെ നോക്കുമായിരുന്നു സോന. പിന്നെ എന്താ ഈ കിണ്ണാമണികളെല്ലാം അവിടെ കിടന്ന് കളിയോട് കളിയായിരുന്നു. അക്കുച്ചിക്ക് എന്തരില്ലായിരുന്നു, കളിയില്ലായിരുന്നു. അക്കുവിനെ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്യണമായിരുന്നു. അങ്ങനെ സോന ഫോമൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ഞങ്ങൾ കായലൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് ആതിര സുമതി വളവ് സിനിമയൊക്കെ കണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. കല്യാണിയാണ്. കല്യാണിക്ക് അവിടെ ചെല്ലുന്നതിനൊക്കെ 2 കിലോ കൂട്ടണം. വെയിറ്റ് കല്യാണിക്ക് കുറവാണ്. അപ്പൊ 2 കിലോ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ട്രെയിനിലിരുന്ന് അവൾക്ക് ഓരോന്ന് കൊടുത്തു പോകും. അവൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും കൊടുത്തല്ലേ പറ്റൂ. 2 കിലോ അവിടത്തുമ്പോഴത്തേക്ക് കൂടണം. പിന്നെ ഇത് 2 കൂടെ മുകളിൽ കയറുന്ന എന്തൊക്കെയോ കാർഡ് വെച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൗമ്യ ഇതിന്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയായിരുന്നു. അതൊക്കെ റെക്കോർഡ് ചെയ്തത് ഇങ്ങോട്ടോ പോയി. പിന്നെ വീണ്ടും കല്യാണിക്ക് ഒരു ഏത്തക്കയും കൂടെ കൊടുത്തു. കല്യാണി എൻ്റെ അടുത്ത് പറയാം, ആന്റി എനിക്ക് വയറും നിറഞ്ഞ് പൊട്ടാറായി, എനിക്ക് വയ്യ ആന്റി കഴിക്കാൻ, എനിക്ക് മതി എന്ന്. പക്ഷെ 2 കിലോ കൂട്ടിയേ പറ്റുമോ മോളെ അവിടെ ചെല്ലുന്നതിനൊക്കെ, അല്ലെങ്കിൽ നിന്നെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് പതുക്കെ ഓരോ ഏത്തക്കയൊക്കെ തീറ്റിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ വയലും നഗരവും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. രാവിലെ കയറിയ ട്രെയിൻ ഉച്ചയാകും അങ്ങെത്താൻ. ഉച്ചയല്ല, എനിക്ക് 2:45 3 മണിക്കും കൊണ്ടായിരുന്നു സമയം. അങ്ങനെ ട്രെയിൻ എത്താറായി. ഞങ്ങളെല്ലാം പറക്കിയൊക്കെ കെട്ടി ട്രെയിൻ ഇറങ്ങാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. അപ്പൊ ആദ്യമേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ നോക്കിയിട്ട് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഒക്കെ പറക്കി ഒതുക്കി പിള്ളേരെ എല്ലാം ഒരുമിച്ചാക്കി ഞങ്ങൾ അങ്ങനെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇറങ്ങാൻ സമയമായപ്പോഴത്തേക്ക് എല്ലാം ഒരുമിച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ട്രെയിൻ എടുത്തോണ്ട് പോയാൽ എല്ലാവർക്കും ഇറങ്ങാൻ ഒരുമിച്ച് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാമൊക്കെ എടുത്ത് ഒരുമിച്ചൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങി. തൃശ്ശൂരെത്തി. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ സാവധാനം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങി. അവിടെ എക്സലേറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നു കയറുന്ന എക്സലേറ്റർ ആയിരുന്നു. കാരണം എക്സലേറ്റർ വർക്ക് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങൾ എക്സലേറ്ററിൽ നടന്ന് ഓരോ സ്റ്റെപ്പ് വെച്ച് കയറി. അമ്മാതിരിയുള്ള ഒരു എക്സലേറ്റർ ആയിരുന്നു. ഒരു 1.5 എക്സലേറ്റർ ആയിരുന്നു. ഈ എക്സലേറ്റർ കയറിയപ്പോൾ പണ്ട് കിളിയും ഞാനും കൂടെ എക്സലേറ്ററിൽ നിന്ന് വന്ന് കമന്ന് വീഴാൻ പോയത് ഓർമ്മ വന്നു. അല്ല, കമന്നല്ല, മലന്ന് വീഴാൻ പോയത്. അങ്ങനെ ഞങ്ങൾ നടന്നു പൊക്കോണ്ടിരുന്നത്. അക്കൂച്ചി എന്തോ പറഞ്ഞു പിണങ്ങി. ഞാൻ അവനെ കളിയാക്കി വരുവാണ്. അവന് ട്രെയിനിൽ കയറിയപ്പോൾ എന്തോ പിണങ്ങി. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിലോട്ട് പോകേണ്ടുള്ളത്. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് സ്റ്റേഡിയത്തിലോട്ട് പോയി. ഇത് ഞങ്ങൾ ഓട്ടോ കൊണ്ടുപോയ ചേട്ടനായിരുന്നു. ഞങ്ങൾ അങ്ങനെ വണ്ടിക്കകത്ത് എല്ലാവരും കൂടെ കുത്തിഞ്ഞിരിക്കുകയൊക്കെ ഇരുന്നാണ് പോയത്. 2-3 ഓട്ടോയിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് ഒരു ഓട്ടോയിൽ. ഞങ്ങൾ ഇവിടെയാണ് വന്നത്. തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് അവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേഡിയം. അതിനകത്തായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം നടന്നത്. അപ്പൊ ഞങ്ങൾ സ്റ്റേഡിയത്തിനകത്തോട്ട് കയറുവാണ്. നാളെ ഉള്ളു ഇവർക്ക് പ്രോഗ്രാം. പക്ഷെ ഇന്ന് 5 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. വെയിങ് ഒക്കെ ഉണ്ട്. വെയിറ്റ് ഒക്കെ നോക്കി കറക്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടേ അവർ നാളത്തേക്ക് നമുക്ക് പ്രോഗ്രാമിനുള്ള എന്തൊരു തരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ വന്നത്. ഈ സ്റ്റേഡിയത്തിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യം ആയി ഇതിപ്പോ സ്റ്റേഡിയത്തിൽ വരാൻ തുടങ്ങിയിട്ട്. ഇവിടെ ആദ്യമേ വൈകിട്ട് ഹുംസെ എന്തോ കോമ്പറ്റീഷൻ അതുണ്ടായിരുന്നു. അതിന്റെ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പ്രോഗ്രാം തുടങ്ങിയില്ല. ഞങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞ് വെപ്രാളം പിടിച്ചാണ് അവിടെ നിന്ന് വന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തുടങ്ങിയില്ലായിരുന്നു. പിന്നെ ഞാനും സൗമ്യയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് പോയി. കേരള സംഗീത നാടക അക്കാദമി അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ ചെന്നതാണ്. പക്ഷെ നല്ല ചായയൊക്കെ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. അവിടെ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അവിടെ ഒരു മയിലിനെയൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പൂർണ്ണത എത്തിയില്ല. അപ്പം എന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ടാട്ടോ ഫുഡ്. ഈ 2 ദിവസം ഇവിടുന്ന് ഫുഡ് കഴിച്ച് നല്ല ഫുഡായിരുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം കേട്ടോ. നല്ല രസമാണ്. ഒരിക്കൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കൂ, പിന്നെ നിങ്ങൾ അന്വേഷിച്ചെത്തും. അതൊരു സത്യം തന്നെ. കുഴപ്പമില്ലാത്ത നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല. 2 ദിവസം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. നല്ല ആഹാരമായിരുന്നു. അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞാനും സൗമ്യയും കൂടെ തിരിച്ച്
അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ജഗപുക, അവിടെ എന്തോ ഗ്യാസോ എന്തോ AC-യുടെ ഗ്യാസ് എന്തോ ലീക്ക് ചെയ്ത് വേഗം നടക്കുന്നിടത്ത് ഭയങ്കരമായൊരു സ്മെല്ല്. പിള്ളേരൊക്കെ ചുമക്കാൻ ഒരു വല്ലാത്തൊരു സഫോക്കേഷൻ ഒക്കെ ആയിട്ട് എല്ലാരെയും പുറത്താക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങ് പുറത്തിറങ്ങി, കാരണം ആരും അകത്തോട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് റെഡിയാക്കിയതിന് ശേഷം അകത്തോട്ട് കയറിയതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇവരെല്ലാവരെയും കൊണ്ടുപോയി ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും കൂടെ ഒന്നുകൂടെ കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം പോയപ്പോൾ അവിടെ മഴവില്ല് വന്നു. ചെറിയ മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴവില്ലിനെയൊക്കെ കണ്ടു. അങ്ങനെ അവിടെ കയറി ചായയൊക്കെ കഴിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങി അവിടെ നിന്ന് കുറച്ചു നേരമൊക്കെ കഥയൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ കറങ്ങി അടിച്ച് നിന്ന്. അപ്പം എന്ത്, ഞാൻ ആദ്യം പോയപ്പോൾ ഇത് അത്രമാത്രം അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. അവിടെ നല്ലൊരു പെയിന്റിങ് ഉണ്ടായിരുന്നു അവിടുത്തെ മതിലില് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ആ മതില് പെയിന്റ് അടിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രാത്രി ലൈറ്റ് ഇട്ടപ്പോഴാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ഞാൻ നേരത്തെ പോയപ്പോൾ ഞാൻ സമയം പെട്ടെന്ന് ചായയും കുടിച്ചിട്ട് അങ്ങ് പോയി. ചായ നല്ലതായതുകൊണ്ട് 2 ചായ വീതം കുടിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരു ചായ കുടിച്ചിട്ട് പിന്നെ ഒരു ചായയും കൂടെ വാങ്ങിച്ചു കുടിച്ചു. ഒരു പഴംപൊരി അങ്ങോട്ട് കഴിച്ചായിരുന്നു. അപ്പൊ കണ്ടോ, രാത്രി ലൈറ്റ് ഇട്ടപ്പോഴാണ് ഈ കറക്റ്റ് ആയിട്ട് ഇത് നന്നായിട്ട് കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത്, വരച്ച കലാകാരൻ ഒരു ബിഗ് സല്യൂട്ട്, സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട്. എന്താ ഏതാണെന്നൊന്നും ചോദിക്കരുത്, എനിക്കതൊന്നും പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ നല്ല മെനക്കെട്ടിരുന്ന് ഇത്രയും നമ്മൾ ഈ വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്ഷമയുള്ളൊരു പരിപാടിയാണ്. അത് അത്രയും ആസ്വദിച്ച് അതിനോടുള്ള ആ ഡെഡിക്കേഷൻ കൊണ്ട് അത്ര സമയം എടുത്ത് വേണം അത് ചെയ്യാൻ. അത് സത്യമായ കാര്യമാണ്. അത്രയും സമയം മെനക്കെട്ടിരുന്ന് ചെയ്യണം. പിന്നെ അതേ പിള്ളേർ അവിടെ നിന്ന് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് സുനിതയുടെ കോള് വന്ന്, പെട്ടെന്ന് എല്ലാവരും തിരിച്ചു വാ, പരിപാടി തുടങ്ങാൻ സമയമായി, ഇവിടെ എല്ലാം ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ അവിടെ പോയിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വാ പോവാന്ന് പറഞ്ഞ് എല്ലാത്തിനെയും വിളിച്ച് തിരിച്ചു വന്നു. അങ്ങനെ നവമിയുടെയും ദേവനന്ദന്റെയും കളി ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കളിച്ച്. പിന്നെ ഇത് ഈ കുട്ടി കുറുമ്പേ, അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കുഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ഓട്ടമായിരുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എല്ലാവരും കണ്ണു വെച്ച്, ഞാനും അങ്ങനെ നോക്കി. ഞാനങ്ങനെ അവളുടെ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഈ അവരുടെ തന്നെ തൈക്കോണ്ടയുടെ പ്രോഗ്രാമിനാട്ടോ പോയി, അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ തൈക്കോണ്ടയുടെ തന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഇത് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. പിന്നെ ജൂനിയേഴ്സിന്റെയും കൊച്ചു കുട്ടികളുടെയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് കുറേ സമയം നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സമയമൊക്കെ നിന്ന് എടുത്തോളൂ. ഇതൊക്കെ നല്ല പരിപാടിയായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരുടെ ആ ഒരു എനർജിയും അവർ ചെയ്യുന്ന രീതികളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ കുറേ നേരം അതുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ കോമ്പറ്റീഷൻ വെക്കുന്നത്. സാധാരണ അങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ടൊന്നും കാണത്തില്ല. എന്തെങ്കിലും ഒരു ഡെമോൺസ്ട്രേഷൻ അവർ കാണിക്കുന്ന ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇത് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 14 മിനിറ്റ് ആയിരുന്നു തോന്നുന്നു ഒരു ടീമിന്റെ. അങ്ങനെ ഒരു 3-4 ടീം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്കായിരുന്നു തോന്നുന്നു ഫസ്റ്റ്. ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചില്ല. പിന്നെ അതിനുശേഷം ഇവരുടെ എല്ലാം കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് റൂമിലോട്ടൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു. എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഒരു ടീമിന് 14 മിനിറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. ജൂനിയേഴ്സ് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ. സീനിയേഴ്സ് ആയിട്ടുള്ള ഇവരെല്ലാം ബ്ലാക്ക് ബെൽറ്റേഴ്സ് ആയിരുന്നു. ബാക്കിയെല്ലാം യെല്ലോ ബെൽറ്റേഴ്സ്. അങ്ങനെ എല്ലാ ടീമുകളുടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തോളൂ കേട്ടോ. എനിക്ക് ഒരുപാട് സമയം അവിടെ നിന്ന് വീഡിയോ എടുക്കുക. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. വലിയ സ്റ്റേഡിയം ആയിരുന്നു. അതുകൊണ്ട് കുറേ ആൾക്കാരും ബഹളവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക്, ഈ യാത്രയും കൂടെ കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് ആകെ ടയേർഡായി. അപ്പോൾ ഒരുപാട് സമയം ചെന്ന് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ, ഇവരുടെ മാത്രമേ വീഡിയോ എടുത്തോളൂ. ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം അവരുടെ ക്ലൈമാക്സിന് തന്നെ അവർ തന്നെ ഒരു ഫ്ലാഗൊക്കെ ഉയർത്തി. നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഉയർത്തി അങ്ങനെ ഓരോ ടീമുകളും അവരവരുടേതായ എല്ലാ പരിപാടികളും ഒക്കെ നടത്തി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നല്ല ഇത് നല്ല പ്രോഗ്രാമാണ്. ഇതിനേക്കാളും നല്ല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒത്തിരി നേരം ഇരുന്ന് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഇത് ഇത്രയും ഞങ്ങളെ കൂടെ വന്ന ടീമുകൾ കണ്ട ഇമ വെട്ടാതെ നോക്കിയിരിക്കുന്നുണ്ട. ഇത് കണ്ടുകൊണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി കണക്കിരിക്കുന്ന ഞങ്ങളുടെ മക്കളാണിത്. ഇവരെല്ലാം കൂടെ മുകളിൽ കയറിയിരുന്ന് നല്ല വൃത്തിയായിട്ട് കാണാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ അടുത്ത ടീമിന്റെ പ്രോഗ്രാം തുടങ്ങി. രാത്രിത്തെ അക്കോമഡേഷൻ മാത്രം കൊള്ളാമായിരുന്നു. അതുകൊണ്ടൊന്നും പിന്നെ അതിനൊക്കെ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി മുത്തുകൂടെയൊക്കെ കാതിലിട്ടിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് വളരെ സന്തോഷമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഞാനും ആതിരയും സോനയും കൂടെ പോവുകയാണ്. ഈ കിണ്ണാമണികൾ രണ്ടും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ പോകുന്ന വേറെങ്ങുമല്ല, വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ടാണ്. ഇവിടെ 2-3 വട്ടം കോമ്പറ്റീഷന് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളുടെ കൂടെ വരുന്ന ആർക്കെങ്കിലും പീരീഡ്സോ മറ്റു കാര്യങ്ങളോ കാണും. അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അവളുമാരും എനിക്ക് തോന്നുന്നു അങ്ങനെ പോയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് തൊഴുന്ന കാര്യങ്ങളും തൊഴുവാൻ കയറുന്ന കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു ആന്റിയൊക്കെ ഞങ്ങൾക്ക് തൊഴുവാൻ പോകുന്ന ഇതിലേക്കൂടാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അമ്പലത്തിനകത്ത് കയറി തൊഴുത് വളരെ സമാധാനമായിട്ട് തൊഴുവാൻ പറ്റി. വളരെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ആ സമയം ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ തൊഴുതിട്ടൊക്കെ അമ്പലത്തിന്റെ പുറത്തിറങ്ങി. അകത്തോട്ട് ക്യാമറയൊന്നും ഉപയോഗിച്ചുകൂടാ.
അതുകൊണ്ട് അകത്തുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചെരുപ്പൊക്കെ തപ്പിപ്പറക്കിയൊക്കെ എടുത്ത് അപ്പത്തേ രണ്ടും കൂടെ അവിടെ കിടന്ന് അടിയൊക്കെ കൂടി. പിന്നെ എൻ്റെ ചെരുപ്പ് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചെരുപ്പ് പോയി തിരക്കി പിടിക്കാൻ പോയി. ഞാൻ എവിടെ ഊരിയിട്ടാൽ ഞാൻ മറന്നുപോയി. പിന്നെ ചെരുപ്പൊക്കെ തപ്പിയെടുത്ത് അപ്പോഴത്തേക്ക് സുനിതയുടെ വിളി വന്ന് കോമ്പറ്റീഷൻ തുടങ്ങാറായി. പെട്ടെന്ന് വരണമെന്ന്. പിന്നെ അവിടെ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ വേഗം ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് സ്റ്റേഡിയത്തിലോട്ട് വന്നു. സ്റ്റേഡിയത്തിൽ ആദ്യം ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കൗൺസിലറോ അങ്ങനെ ആരൊക്കെയോ വന്ന് നല്ല ഇനാഗ്രേഷനായിട്ട് പ്രോഗ്രാം ഒക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോമ്പറ്റീഷൻ തുടങ്ങി. ഇതാണ് ഇവരുടെ കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവരെയും കൊണ്ടൊക്കെ പോകുന്നത്. ഞാനും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിനൊക്കെ പോകുമായിരുന്നു. സ്പോർട്സ് ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനോ കൊണ്ട് നടക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അന്ന് എനിക്കൊരു ടൈറ്റ്സ് അല്ലെങ്കിൽ ഒരു ഷോർട്സ് വാങ്ങിച്ച് തരാൻ പോലും സത്യത്തിൽ എൻ്റെ വീട്ടുകാർ മുതിർന്നിട്ടില്ല, തന്നിട്ടില്ല. ഒരു ലോങ് ജമ്പിനൊക്കെ പോകുന്ന എന്നോട് പറയായിരുന്നു പാവാട ഉടുപ്പ് ഇട്ടുകൊണ്ട് ചാടിയാൽ മതി എന്ന്. അന്ന് ശ്രീഷ്മയൊക്കെ ഈ ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീഷ്മയുടെ ഷോർട്സ് ആണ് ഞാൻ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ശ്രീഷ്മ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് പോകുമ്പോൾ അവൾ തിരിച്ചു വരുന്നത് നോക്കി നിന്ന് ആ ഷോർട്സ് വാങ്ങിച്ചിട്ടുകൊണ്ടാണ് ഞാൻ അതിനും ഇതിനുമൊക്കെ പോകുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ജീവിതം. അതൊക്കെ നമ്മുടെ കൂടെ വരുന്നവരുടെയൊക്കെ കൂടെ പേരൻസ് ആരെങ്കിലും ഒക്കെ കാണും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മുടെ കൂടെ ഒന്നും ആരും വരാനോ ഇല്ല, അവരൊന്നും ഇതൊന്നും തിരക്കാറ് പോലും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒരു താല്പര്യം ആഗ്രഹവും കാണിക്കുമ്പോൾ നമ്മൾ ഈ കൂടെ നടക്കുന്നതും കൊണ്ടു നടക്കുന്നത്. എത്ര വയ്യാങ്കിലും നമ്മൾ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. നാളെ അവരൊരു നിലയിൽ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാം. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ട് അവർ നാളെ അവരുടെ ഒരു ആഗ്രഹം നടക്കാണ്ടിരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് പലപ്പോഴും നമ്മൾ എത്ര പൈസ ഇല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ അവരെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വരുന്ന ഈ ബാക്കിയുള്ള പേരൻസിന്റെ എല്ലാ ലക്ഷ്യം അതാ. അവർക്ക് എന്താണ് ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുക. കാരണം നമുക്ക് സാധിക്കാൻ പറ്റാത്തത് നമ്മൾ അവരിലൂടെ സാധിക്കുന്നു എന്ന് മാത്രം. വളരെ അപകടമൊക്കെ ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീഷനാണ്. എന്നാലും അവർക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ഇതിപ്പോ തൃശ്ശൂരായിരുന്നു, ഇതിനിടയ്ക്ക് കാസർഗോഡ് ഉണ്ടായിരുന്നു, കോട്ടയത്തുണ്ട്. അങ്ങനെ ഓരോ ജില്ലകളിലായിരിക്കും ജില്ലാതല കോമ്പറ്റീഷൻ ആയാലും സ്റ്റേറ്റ് തല കോമ്പറ്റീഷൻ ആയാലും എല്ലാം വരുന്നത്. നമ്മളപ്പോൾ അതനുസരിച്ചിട്ട് എവിടെയാണോ അവർക്ക് കോമ്പറ്റീഷൻ ഉള്ളത് അവിടെ കൊണ്ടുപോകും. പണ്ടൊക്കെ ഓടി നടക്കുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ലായിരുന്നു കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പൊ ആരോഗ്യമൊക്കെ മോശമായതുകൊണ്ട് പോകാനും വരാനും യാത്ര ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പിള്ളേരുടെ ഒരു ആഗ്രഹവും പിള്ളേരുടെ ഒരു ആവശ്യങ്ങളും അല്ലേ, അപ്പൊ നമ്മൾ പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ മേടിച്ച് കിട്ടിയ മെഡലും ഒക്കെ ആയിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് സ്റ്റേഡിയത്തിൽ ഞങ്ങൾ മാത്രമായി. അങ്ങനെ എല്ലാവരോടും കഥയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ കയറി തിരിച്ചു പോന്നു. അപ്പൊ അത്രയേ ഉള്ളൂ.